കൊരട്ടിമുത്തി കേരളത്തിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാർ സഭയിൽപ്പെട്ട അതിപുരാതനവും പ്രശസ്തവുമായ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയമാണ് കൊരട്ടിപ്പള്ളി. പൂവങ്കുല മാതാവ്, കൊരട്ടിമുത്തി എന്നു പേരുകളിലും പരിശുദ്ധ അമ്മ അറിയപ്പെടുന്നു. പരിശുദ്ധ കന്യാമറിയത്തെ മുത്തിയെന്നും മുത്തിയമ്മയെന്നും വിളിക്കുന്നത് മുക്തി പ്രാപിച്ച വ്യക്തി അഥവാ വിശുദ്ധ എന്നർത്ഥത്തിലാണ്. അത് അമ്മയോടുള്ള ഹൃദ്യമായ ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്നു. കേരളത്തിലെ ലൂർദ് എന്നും ഈ ദേവാലയത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ജീവിതത്തിലെ വിവിധ ആവശ്യങ്ങളും ആകുലതകളുമായി കടന്നുവരുന്ന ഓരോരുത്തർക്കും കൊരട്ടിമുത്തി ആശ്രയവും പ്രതീക്ഷയും ആശ്വാസവുമാണ്. 1381 സ്ഥാപിതമായ ഈ ദേവാലയത്തിന്റെ പ്രശസ്തി ശക്തൻ തമ്പുരാന്റെ കാലഘട്ടം മുതലാണ് ഉയർന്നു വന്നത്. ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു പിടി കഥകൾ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിനുണ്ട്. കൊച്ചി രാജ്യത്തിലെ പ്രഭുക്കന്മാരായിരുന്ന കൊരട്ടി കൈമളും കോടശ്ശേരി കർത്താവും തമ്മിലുള്ള മത്സരവും യുദ്ധവുമെല്ലാം പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കൊരട്ടി കൈമളിന്റെ വിശ്വസ്ത സൈനികരിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായിരുന്നു. കർത്താവിന്റെ പടനായകർ നായന്മാരായിരുന്നു. അധികാരഗർവും ഭരണസ്വാധീനവും ഉറപ്പിക്കാനുള്ള ഇരുവരുടെയും ശ്രമങ്ങൾ പലപ്പോഴും യുദ്ധത്തിൽ കലാശിച്ചു. ഒരിക്കലുണ്ടായ യുദ്ധത്തിൽ കൈമളിന്റെ ബുദ്ധിമാനായ സേനാനായകൻ കൊച്ചുവറീദിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ കർത്താവിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി. വിജയഭേരി മുഴക്കി ഘോഷയാത്രയായി കൊരട്ടിയിലേക്ക് വരുന്നതിനിടെ കൊച്ചുവറീദ് കർത്താവിന്റെ സൈന്യത്തിന്റെ വെടിയേറ്റു മരിച്ചു. കൊരട്ടി സ്വരൂപത്തിന്റെ ഭരണാധികാരിയായ തമ്പുരാട്ടിയെ ഈ സംഭവം ഏറെ ദുഃഖത്തിലാഴ്ത്തി. തമ്പുരാട്ടിയുടെ കൽപ്പന അനുസരിച്ച് കൊച്ചുവറീദിന്റെ മൃതദേഹം സൈനിക ബഹുമതിയോടെ സംസ്കരിക്കാനായി അമ്പഴക്കാട് പള്ളിയിലേക്ക് കൊണ്ടുപോയി. അമ്പഴക്കാട് പള്ളി കോടശ്ശേരി കർത്താവിന്റെ അധീനതയിലായിരുന്നതിനാൽ ശവമടക്കാൻ അനുവദിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞു. തുടർന്ന് മൃതദേഹം കൊരട്ടിയിലേക്ക് കൊണ്ടുവന്നു. പള്ളിയുടെ മുമ്പിൽ ഇന്ന് കരിങ്കൽ കുരിശു നിൽക്കുന്നതിന് സമീപം ശവമഞ്ചമിറക്കി. പിന്നീട് ശവമഞ്ചം മാറ്റാൻ ശ്രമിച്ചപ്പോൾ അനങ്ങിയില്ല എന്നതാണ് ഐതിഹ്യം. വിവരമറിഞ്ഞ തമ്പുരാട്ടി മൃതദേഹം അവിടെ തന്നെ മറവ് ചെയ്യാൻ കൽപ്പന പുറപ്പെടുവിച്ചു. കൊച്ചുവറീദിനെ സംസ്കരിച്ചതിന് സമീപത്തായി തമ്പുരാട്ടി ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1382 സെപ്റ്റംബർ 8 നിർമ്മാണം പൂർത്തിയാക്കി ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നടത്തി. പിന്നീട് 1987 ഈ പള്ളി പുതുക്കിപ്പണിതു. ഇതാണ് ഇന്നത്തെ കൊരട്ടി ഫൊറോന പള്ളി. 1.5 നൂറ്റാണ്ട് മുമ്പ് മേലൂരിൽ നിന്ന് ഒരു കർഷകൻ ഒരു കുല പൂവമ്പഴവുമായി പള്ളിയിലേക്ക് വരുമ്പോൾ മുരിങ്ങൂരിൽ വെച്ച് ഒരു കർഷക പ്രമാണി ബലം പ്രയോഗിച്ച് പഴമെടുത്തു ഭക്ഷിച്ചു. തുടർന്ന് അയാൾ രോഗിയായി മാറി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ ഇദ്ദേഹം 40 ഏക്കറോളം കൃഷിയിടവും സ്വർണ്ണ പൂവൻകുലയും പള്ളിക്ക് സമർപ്പിച്ചു. ഇതോടെയാണ് പൂവൻകുല നേർച്ച ആരംഭിച്ചതെന്ന് വിശ്വസിക്കുന്നു. കൊരട്ടി റെയിൽവേ സ്റ്റേഷനും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളെ കുറിച്ച് പറയുവാനുണ്ട്. കൊരട്ടി സ്റ്റേഷനിൽ സാധാരണ നിർത്താൻ അനുമതിയില്ലാത്ത ട്രെയിൻ തിരുനാൾ ദിനത്തിൽ സാങ്കേതികമായി യാതൊരു തകരാറുമില്ലാതെ യാദൃശ്ചികമായി നിൽക്കുകയും ജനങ്ങൾ ഇറങ്ങി തിരുനാളിൽ സംബന്ധിച്ച് തിരിച്ചു ചെന്നപ്പോൾ ട്രെയിൻ ഓടിത്തുടങ്ങുകയും ചെയ്തു. ഇതിലെ ദൈവികമായ ഇടപെടൽ തിരിച്ചറിഞ്ഞ റെയിൽവേ അധികാരികൾ ഉടനെ ആ ട്രെയിന് അവിടെ നിർത്താനുള്ള അനുമതി നൽകി. ഇവിടെ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുക ഒക്ടോബർ 10 കഴിഞ്ഞു വരുന്ന ശനി ഞായർ ദിനങ്ങളിലാണ്. 8-ാം ഇടവും വളരെ ആഘോഷമായി നടത്തിവരുന്നു. ഇവിടുത്തെ ഭക്തമുറകൾ പ്രധാനമായും പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഭജന ഇരിക്കലും പൂവൻകുലയുടെ തുലാഭാരവും മുട്ടിന്മേൽ നീന്തലുമാണ്.